ഹായ്, ദിസ് ഈസ് മൈ ഫസ്റ്റ് മൂവി റിവ്യൂ വീഡിയോ. റിവ്യൂ എന്നൊന്നും പറയാനില്ല. ഞാൻ വിചാരിച്ചു ഞാൻ കാണുന്ന എന്തെങ്കിലുമൊക്കെ മൂവീസ് ഒരു ആവറേജ് അല്ലെങ്കിൽ വൺ ടൈം വാച്ച് ആണെന്ന് തോന്നിയാൽ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് അത്രേ ഉള്ളൂ. പിന്നെ എനിക്കറിയാം എൻ്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല നിങ്ങളുടെ പെർസ്പെക്റ്റീവ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. സോ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് വലതുവശത്തെ കള്ളൻ എന്നുള്ള മൂവിയാണ്. എനിക്ക് ഈ മൂവിയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു, കാരണം ഞാൻ പേര് പോലും കേട്ടിട്ടില്ല. വലിയ ഹൈപ്പോ വലിയ ഇൻ്റർവ്യൂസോ റീൽസോ ഒന്നും ഞാൻ ഇതിനെക്കുറിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ ജീത്തു ജോസഫിൻ്റെ മൂവി ഇറങ്ങുന്നുണ്ട്, ബിജു മേനോനും നമ്മുടെ ജോജു ആണ് ഇതിലെ ആക്ടേഴ്സ്. സോ ഞാൻ ഒരു ജോജു ഫാനാണ്, ബിജു മേനോനെ എനിക്കിഷ്ടമാണ്, പിന്നെ ജീത്തു ജോസഫ് നമുക്ക് എല്ലാവർക്കും അറിയാം, ദൃശ്യം. സോ അത് എനിക്ക് വേറെ ഒരു ഡൗട്ടും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും ഒരു വാച്ച് വർത്തി മൂവി ആയിരിക്കും, ശരി നമുക്ക് പോവാം. അങ്ങനെ പ്ലാനിട്ട് പോയ ഒരു മൂവിയാണ്. അപ്പോൾ എനിക്ക് ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ല. പിന്നെ എന്തായാലും എനിക്ക് തോന്നി ജീത്തു ജോസഫ് ആയതുകൊണ്ടൊരു ക്രൈം ത്രില്ലർ ആ ഒരു മൂഡ് തന്നെ ആയിരിക്കും എന്ന്. സോ കണ്ടപ്പം അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ ബിജു മേനോൻ്റെ ആയാലും ജോജുവിൻ്റെ ആയാലും പെർഫോമൻസ് ടോപ്പ് നോച്ച്. അവർക്ക് നമുക്ക് നന്നായിട്ട് അറിയാം, അവർ നല്ല ആക്ടേഴ്സ് തന്നെയാണ്. സോ അത് തന്നെയാണ് ഇവിടെയും കണ്ടത്. പിന്നെ ലെനയുണ്ട്. ലെന ഓൾസോ ഞാൻ ചെറുപ്പകാലം മുതൽ കണ്ടുവരുന്ന ഒരു ആക്ട്രസ്സാണ്. പുള്ളിക്കാരി ഇപ്പോഴും സ്റ്റിൽ അതുപോലെ തന്നെയാണ്. അപ്പം പുള്ളിക്കാരി നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് സ്ക്രിപ്റ്റ് അത്ര സ്ട്രോങ് അല്ലായിരുന്നു, ബിക്കോസ് ചില സ്ഥലത്തൊക്കെ നമുക്ക് ഒത്തിരി സ്പൂൺ ഫീഡ് ചെയ്തതുപോലെ എനിക്ക് തോന്നി. പിന്നെ ആവശ്യമില്ലാത്ത ഡയലോഗ്സ് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, ഇതെന്തിനാ അപ്പം പറയുന്നേ എന്ന് തോന്നുന്ന ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിച്ചാൽ ദിസ് ഈസ് എ നൈസ് മൂവി. പിന്നെ ഇതൊരു ക്രൈം ത്രില്ലർ എന്ന് പറയാനൊന്നുമില്ല, കുറച്ച് ഡ്രാമാറ്റിക് ഒക്കെയാണ് അറ്റ് സം പോയിൻറ്റ്സ്. കാരണം ഒരു ഫാമിലിയാണെന്ന് കാണിക്കാൻ, അതായത് ഒരു ലവിങ് കെയറിങ് ഫാമിലിയാണെന്ന് കാണിക്കാൻ ഒരു പാട്ട്, അതൊക്കെ എല്ലാ മൂവീസിലും ഉള്ളത് തന്നെയാണ്. അതുപോലെ ഇതിലും നമുക്കൊന്ന് ആ ഒരു ഐഡിയ ഒക്കെ നമുക്ക് മനസ്സിലാക്കിച്ച് തരാൻ വേണ്ടി ഒരു പാട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫോഴ്സ്ഡായിട്ട് കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്, നമ്മളെ മനസ്സിലാക്കിച്ച് തരാൻ വേണ്ടി കുറച്ച് സീൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും അല്ലെങ്കിൽ പിന്നെ ദിസ് മൂവി ഈസ് നൈസ്. പിന്നെ നല്ല ത്രില്ലറാണ്, സസ്പെൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നതല്ലായിരുന്നു ഇതിൻ്റെ ഇത്. ബട്ട് ബേസിക്കലി എല്ലാ ഒരു ക്രൈം ത്രില്ലേഴ്സിനും ആ ക്രൈം ചെയ്യുന്ന ആൾക്കൊരു പാസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇവൻറ്റോ കാണുമല്ലോ അവരങ്ങനെ ആകാൻ വേണ്ടിയിട്ടുള്ളത്. സോ ആ ഒരു പോയിന്റ് ദാറ്റ്സ് വർത്തി, ബിക്കോസ് ഇന്നത്തെ ജനറേഷനിൽ അത് നമ്മൾ ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഗുഡ് പാരൻറ്റിങ് അതെന്തായാലും നമ്മൾ ചെയ്യണം. സോ ആ ഒരു ഐഡിയ നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. സോ എന്തൊക്കെ പറഞ്ഞാലും ഒരു വൺ ടൈം വാച്ച് തന്നെയാണ്. സോ ഗോ വാച്ച് ആൻഡ് സീ ഇൻ തിയേറ്റേഴ്സ്, ബിക്കോസ് ഇങ്ങനത്തെ ക്രൈം മൂവീസൊക്കെ നമ്മൾ OTTയിലോ TV-യിലോ ഒക്കെ കാണുന്നില്ല. എൻ്റെ കേസാട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഒത്തിരി പോസൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുമ്പം എനിക്ക് ക്യാരക്ടർ നെയിംസ് ഒക്കെ മറന്നു പോകും. പിന്നെ ഞാൻ ഒന്നുകൂടെ റിവൈൻഡ് അടിച്ച് ഇതാരാ എന്താ ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്നൊക്കെ എനിക്ക് ഒന്നുകൂടെ നോക്കാൻ തോന്നും. സോ അങ്ങനത്തത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ക്രൈം ത്രില്ലേഴ്സൊക്കെ തിയേറ്റർ വാച്ചായിട്ട് തന്നെ പോയി കാണുക. എന്തായാലും വൺ ടൈം വാച്ചാണെന്ന് ഞാൻ ഗ്യാരണ്ടി പറയാം. ഓക്കെ, ഇനി അങ്ങോട്ട് സ്പോയിലേഴ്സാണ്. യു ക്യാൻ സ്ക്രോൾ ദ വീഡിയോ. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ യു ക്യാൻ സ്ക്രോൾ ദ വീഡിയോ. സോ ടോക്കിംഗ് മോർ അബൌട്ട് ദിസ്, ഈ മൂവിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് വലുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, മൂവിയിൽ നമ്മുടെ ജോസഫ് ഫിലിമിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ ബിജു മേനോൻ ഗരുഡൻ ഫിലിമിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവരൊരു ഗ്രാൻഡ് മാസ്റ്റർ കളിക്കുന്നു. ഇതാണ് ആക്ച്വലി കഥ. അപ്പം അത് എന്തുകൊണ്ടാണ് ഈ പറയുന്നത്, എന്താണ് അവിടുത്തെ പസിൽ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ബിജു മേനോൻ സോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഫോൾ മൂവി ഒരു ക്രിസ്ത്യൻ ബേസ്ഡ് മൂവി ആയതുകൊണ്ടായിരിക്കാം ഈ വലതുവശത്തെ കള്ളൻ എന്ന പേര് വന്നത്, ബിക്കോസ് സംതിങ് റിലേറ്റഡ് ടു ബൈബിൾ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. എന്തെങ്കിലും ഐഡിയ ഉള്ളവരാണെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്താൽ ബാക്കിയുള്ളവർക്കും അത് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പം ഞാനീ പറഞ്ഞതുപോലെ ഈ മൂവീസിൽ നിന്ന് ഇറങ്ങി വന്ന ക്യാരക്ടേഴ്സ് ഈ ഗ്രാൻഡ് മാസ്റ്റർ കളിച്ച് ആ പസിൽ സോൾവ് ചെയ്യുന്നു. അപ്പം ആ പസിൽ എന്നൊക്കെ പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഐക്യു ആണെന്നാണ് പറയുന്നത്. നമ്മുടെ ജോജുവിനും ബിജു മേനോനും ഒത്തിരി ഐക്യു ഉണ്ടെന്ന് അവർ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരും. എന്നിട്ട് ഫൈനലി ഒരു 2 hours നമ്മുടെ ബിജു മേനോൻ ഇത് സോൾവ് ചെയ്യാൻ നിൽക്കുന്നത്. എനിക്കൊക്കെ ഇതൊരു 2 മണിക്കൂർ എന്നല്ല 2 വർഷം തന്നാൽ പോലും ഞാനിത് സോൾവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അതാണ് എനിക്ക് തോന്നിയത്. ഇപ്പം യൂഷ്വലി ഞാൻ ഫിലിംസ് കാണുമ്പം ഞാനും ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഓഫീസറിൻ്റെ കൂടെ ഇങ്ങനെ പല പോയിൻറ്റ്സും ഇങ്ങനെ കണക്ട് ചെയ്ത് ഇയാളായിരിക്കുമോ, ഇങ്ങനെ ആയിരിക്കുമോ, അങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ ഞാൻ തിങ്ക് ചെയ്യും. അപ്പം ഈ ക്ലൂസൊക്കെ തരുമ്പോഴും നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ തോന്നുമല്ലോ. അപ്പം അങ്ങനെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഈ മൂവി തരുന്നില്ല.
ബിക്കോസ് ഒന്നാമത് നമുക്ക് ഈ ബൈബിളിൽ വീക്കാണ്. അപ്പോൾ അത് ആ കാരണമാണെന്ന് തോന്നുന്നു. ഈ പറയുന്ന പോലെ നമുക്ക് ആ ക്ലൂസ് കണക്ട് ചെയ്ത് നമ്മുടേതായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ ഫിലിമിൽ. ബട്ട് ഓൺ ദി ഹോൾ ആ പസിൽ സോൾവ് ചെയ്ത് വരുമ്പോൾ എൻഡ് റിസൾട്ട് എന്താണോ അതാണ് ഈ മൂവി. സോ ഇറ്റ്സ് വർത്ത് വാച്ചിങ്. കുഴപ്പമൊന്നുമില്ല, കണ്ടു കഴിഞ്ഞു. എനിക്ക് ഒത്തിരി ലൂപ്പ് ഹോൾസ് ഉണ്ടെന്ന് തോന്നി. ഇനി ഒരു റീവാച്ച് സമയത്ത് നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങളും കണ്ടു നോക്കുക, കണ്ടിട്ട് എന്താണ് എന്നുള്ള അഭിപ്രായം അറിയിക്കുക. ഇനി വേറെ എന്തെങ്കിലും മൂവി കണ്ടു എന്നുണ്ടെങ്കിൽ ഐ വിൽ കം ആൻഡ് ടോക്ക് ടു യു. അൻറ്റിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.